മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചു. ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്നാണ് രാജി. രാഷ്ട്രപതിക്ക് രാജിക്കത്ത് നൽകി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67A പ്രകാരമാണ് തന്റെ രാജിയെന്ന് പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ നൽകിയ കത്തിൽ ധൻകർ വ്യക്തമാക്കി. വിവരങ്ങളുമായി അതുല്യ ചേരുന്നു. അതുല്യ, സുപ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് നിലവിൽ പുറത്തുവരുന്നത്. വിശദാംശങ്ങൾ. അജന, ഏറെ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വാർത്ത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തൻ്റെ ആരോഗ്യപരമായ ആശങ്കകൾ അല്ലെങ്കിൽ തൻ്റെ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി രാജിക്കത്ത് നൽകിയിരിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനാണ് അദ്ദേഹം തൻ്റെ രാജിക്കത്ത് നൽകിയത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അദ്ദേഹം വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പലപ്പോഴും പാർലമെന്റ് സമ്മേളനങ്ങളും അതുപോലെ തന്നെ നിർണായകമായ പല പരിപാടികളും അദ്ദേഹം ഒഴിവാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തത്. അത്തരത്തിൽ രാജ്യസഭാ അധ്യക്ഷനായി വീണ്ടും ചുമതലയേറ്റപ്പോൾ പോലും ഇന്നും വലിയ രീതിയിലുള്ള ബഹളത്തിനും പ്രതിഷേധത്തിനുമെല്ലാം സഭ വേദിയാവുകയുണ്ടായി. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മെഡിക്കൽ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിൻ്റെ അത്യാവശ്യം ചൂണ്ടിക്കാട്ടിയാണ് ഉപരാഷ്ട്രപതി ഇന്ന് രാജി സമർപ്പിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കത്തിൽ തൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകേണ്ടതുണ്ട് എന്നും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിരന്തരം ഇത്തരത്തിൽ മെഡിക്കൽ സഹായം അല്ലെങ്കിൽ വൈദ്യസഹായം തേടുന്നുണ്ട്. അത്തരത്തിൽ ആ വൈദ്യ ഉപദേശങ്ങൾ പാലിക്കുന്നതിനും വേണ്ടി ഉടനടി പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ താൻ രാജിവെക്കുകയാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഇത്തരത്തിൽ രാജിക്കത്ത് സമർപ്പിക്കുമ്പോൾ തന്നെ ഉടനടി ആ ഒരു നടപടി അല്ലെങ്കിൽ ആ ഒരു രാജി പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67A പ്രകാരം തൻ്റെ രാജി സ്വീകരിക്കണം എന്നാണ് അദ്ദേഹം ദ്രൗപദി മുർമുവിന് നൽകിയ കത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമുവിൻ്റെ പിന്തുണയ്ക്കും അതുപോലെ തന്നെ തൻ്റെ ഭരണകാലത്ത് അവർ കാണിച്ച പ്രവർത്തനത്തിനുമെല്ലാം അദ്ദേഹം നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മന്ത്രിമാർക്കും അദ്ദേഹം തൻ്റെ കത്തിൽ നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകരണവും പിന്തുണയും വിലമതിക്കാനാവാത്തതാണ് എന്നും അദ്ദേഹം തൻ്റെ കത്തിൽ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം തൻ്റെ ഭരണകാലത്ത് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചുവെന്നും അത് പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെയും പ്രധാനമന്ത്രിയുടെയും പിന്തുണ കാരണമാണ് താൻ ഇത്രയും കാര്യങ്ങൾ പഠിച്ചത് എന്നും അദ്ദേഹം തൻ്റെ കത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തൻ്റെ ഒപ്പമുള്ള മറ്റ് മന്ത്രിമാർക്കും സഹപ്രവർത്തകർക്കും അദ്ദേഹം നന്ദി അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഏറെക്കാലം അദ്ദേഹം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അവിടെ തുടർന്നിരുന്നു. അതിനുശേഷം എയിംസിൽ നിന്ന് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മാറി പുറത്തു വന്നതിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെ രാജ്യസഭ അധ്യക്ഷനായി അദ്ദേഹം ചുമതലയേൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ആ ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ് എന്നും ഇത്തരത്തിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനത്ത് തുടരുന്നതിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ പരിമിതികളുണ്ട് എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് ഇന്ന് രാത്രി സമർപ്പിച്ച കത്തിലാണ് അദ്ദേഹം തൻ്റെ രാജി അറിയിച്ചിരിക്കുന്നത്. ഉടനടി ഈ രാജിക്കത്ത് ലഭിക്കുന്ന അപ്പോൾ തന്നെ ആ രാജി പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67A എന്ന വകുപ്പ് പ്രകാരം ആണ് അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുന്നത്. രാജിയിൽ അദ്ദേഹം തൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഷ്ട്രപതിക്കും തൻ്റെ അചഞ്ചലമായ നന്ദി അറിയിക്കുന്നുണ്ട്. എന്തായാലും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ രാജി എന്നത് സഭകളെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്തായിരിക്കും തുടർന്നുള്ള ഇനി വരാൻ പോകുന്ന മറ്റു കാര്യങ്ങൾ, സഭയെ ഇതെങ്ങനെ ബാധിക്കും, അദ്ദേഹത്തിൻ്റെ ഒഴിവിൽ ആ ഒരു സ്ഥാനം മറ്റാരെ ഏറ്റെടുക്കും മുതലായ കാര്യങ്ങളെല്ലാം തന്നെ ഇനി വരും ദിവസങ്ങളിൽ അറിയേണ്ടതുണ്ട്. എന്തായാലും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നടക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു രാജി അതെന്തായാലും സമ്മേളനത്തെ കൂടി ബാധിക്കും എന്നത് വളരെ ഉറപ്പാണ്. അജന, തീർച്ചയായും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചു എന്നുള്ള സുപ്രധാനപ്പെട്ട വാർത്തയാണ് നിലവിൽ പുറത്തുവരുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്നാണ് രാജി. രാഷ്ട്രപതിക്ക് രാജിക്കത്ത് നൽകി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67A പ്രകാരമാണ് തന്റെ രാജിയെന്നാണ് പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് നൽകിയ കത്തിൽ ധൻകർ വ്യക്തമാക്കുന്നത്. അതുല്യാണ് വിവരങ്ങൾ നൽകിയത്.